നമസ്കാരം. ഏവർക്കും വർക്കിംഗ് ക്ലാസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ ഒരു മാസം നമ്മളേവരും ITR ഫയൽ ചെയ്യുന്നതിന്റെ വല്ലാത്തൊരു തിരക്കിലായിരുന്നു. ജീവിതത്തിൽ ആദ്യമായി സ്വന്തമായി ITR ഫയൽ ചെയ്യാൻ കുറേയേറെ പേർക്ക് ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോ ഏറെ സഹായിച്ചു എന്ന് അവരുടെ പല കമന്റ്സിലൂടെയും മനസ്സിലാക്കാൻ കഴിയും. ഈ കമന്റ്സുകൾ മുഴുവൻ വായിച്ചപ്പോൾ വളരെ ചുരുക്കം പേർക്ക് ITR ഫയൽ ചെയ്യുന്നതിനിടയിൽ ചില തെറ്റുകൾ സംഭവിച്ചതായി കാണാൻ കഴിയും. അത് ഇനി തിരുത്താൻ കഴിയുമോ? കഴിയുമെങ്കിൽ അതെങ്ങനെ? ഞാൻ വെരിഫൈ ചെയ്തു പോയി, ഇനി എനിക്കത് തിരുത്താൻ കഴിയുമോ? ഇങ്ങനെയുള്ള കുറേ ആശങ്കകൾ അവർ പങ്കുവയ്ക്കുകയുണ്ടായി. അവരോട് വർക്കിംഗ് ക്ലാസ്സിന് ഇത്രേ പറയാനുള്ളൂ: മനഃപൂർവ്വം മറച്ചുവെച്ച ചില വിവരങ്ങൾ ഒഴികെയുള്ള എല്ലാ തെറ്റുകളും നമുക്ക് തിരുത്തി വീണ്ടും സബ്മിറ്റ് ചെയ്യാനും വെരിഫൈ ചെയ്യാനും കഴിയും. അതിന് 5 മാസത്തെ സമയമുണ്ട്. അതായത് ഡിസംബർ 31 മുമ്പ്, 2023 ഡിസംബർ 31 മുൻപ് നമ്മളത് ചെയ്താൽ മതി. അപ്പോൾ എന്തൊക്കെ തെറ്റുകൾ നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ സാധിക്കും? ഇപ്പോൾ നമ്മുടെ അഡ്രസ്സ് തെറ്റിപ്പോയി, അല്ലെങ്കിൽ ബാങ്ക് ഡീറ്റെയിൽസ്, നമ്മുടെ ഇമെയിൽ ID, മൊബൈൽ നമ്പർ, ഇതൊക്കെ തെറ്റിപ്പോയാൽ നമുക്ക് തിരുത്താൻ കഴിയും. ചിലപ്പോൾ നമ്മൾ ITR 1 പകരം ITR 2 ആയിരിക്കും സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും FDയുടെ ഇൻട്രസ്റ്റ് നമ്മൾ ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ടാകാം. ഹൗസിംഗ് ലോണിൻ്റെ ഇൻട്രസ്റ്റ് നമുക്ക് ബാങ്കിൽ നിന്ന് കിട്ടിയ സ്റ്റേറ്റ്മെൻറ്റിൽ ഉള്ള എമൗണ്ട് മുഴുവൻ നമുക്ക് ചേർക്കാൻ കഴിഞ്ഞില്ല. ഇങ്ങനെ എന്ത് തെറ്റുണ്ടെങ്കിലും അത് നമുക്ക് തിരുത്താൻ കഴിയും. വീണ്ടും സബ്മിറ്റ് ചെയ്ത് വെരിഫൈ ചെയ്യാനും കഴിയും. അതെങ്ങനെയെന്നാണ് ഈ അധ്യായത്തിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. റിട്ടേൺ സ്വയം ചെയ്യുന്നതിന് നിങ്ങൾ കാണിച്ച ധൈര്യത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും വെറും 100-1 അധ്വാനം ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ കഴിയും. അതിനായി നമുക്ക് പോർട്ടലിൽ കയറി ലോഗിൻ ചെയ്യാം. എങ്ങനെ ലോഗിൻ ചെയ്യാമെന്നുള്ളത് ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ, കാരണം അതിൻ്റെ പല വീഡിയോകളും നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകൾ നിങ്ങൾക്ക് പരിശോധിച്ച് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഞാൻ റിവിഷൻ ആവശ്യമുള്ള ഒരാളുടെ പേജിലേക്ക് ലോഗിൻ ചെയ്യാൻ പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ഹൗസിംഗ് ലോണിൻ്റെ ഇൻട്രസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യം ചേർത്തത് കുറവായിപ്പോയി, എന്നാൽ അതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് യഥാർത്ഥ സ്റ്റേറ്റ്മെൻറ്റിൽ ഉണ്ടായിരുന്നു. അതാണ് നമുക്ക് റിവൈസ് ചെയ്യാനുള്ളത്. അതെങ്ങനെ ചെയ്യാം എന്നത് നമുക്ക് കാണാം. ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ പേജിൽ ലോഗിൻ ചെയ്തിരിക്കുകയാണ്. ഇവിടെ നമുക്ക് വളരെ വ്യക്തമായി കാണാം, ഫയൽഡ് സക്സസ്ഫുള്ളി. നമ്മൾ ഓൾറെഡി ഇത് ഫയൽ ചെയ്ത് കഴിഞ്ഞതാണ്. 30-ാം തീയതി ജൂൺ 30-ന് തന്നെ നമ്മളിവിടെ ഫയൽ ചെയ്തിരുന്നു. ഇവിടെ ഫയൽ റിവൈസ്ഡ് റിട്ടേൺ എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ സെലക്ട് അസസ്മെന്റ് ഇയർ, പഴയതുപോലെ തന്നെ നമ്മൾ ആദ്യം എങ്ങനെ ചെയ്തോ അതുപോലെ തന്നെ ഇയർ സെലക്ട് ചെയ്യുന്നു. നമ്മുടെ മോഡ് ഓഫ് ഫയലിംഗ് സെലക്ട് ചെയ്യുന്നു, ഓൺലൈൻ. അതിനുശേഷം കണ്ടിന്യൂ ചെയ്യുന്നു. സ്റ്റാർട്ട് ന്യൂ ഫയലിംഗ് കൊടുക്കുന്നു. ഇവിടെ ഇൻഡിവിജ്വൽ ഓട്ടോമാറ്റിക്കായിട്ട് സെലക്റ്റഡ് ആയിട്ടുണ്ട്. കണ്ടിന്യൂ ചെയ്യുന്നു. ITR ഫോം സെലക്ട് ചെയ്യുന്നു. ഇവിടെ ആയിരിക്കും ചിലർക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടാവുക. ചിലർ ITR 2 ആയിരിക്കും സെലക്ട് ചെയ്തിട്ടുള്ളത് ITR 1 പകരം. ചിലർ ITR 2 പകരം 1 ആയിരിക്കും സെലക്ട് ചെയ്തിരിക്കുന്നത്. ചിലർ ITR 4 ആയിരിക്കും സെലക്ട് ചെയ്തിരിക്കുന്നത്. കൂടുതലും ആൾക്കാർ ITR 1 പകരം 4 പോകാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നമുക്കിവിടെ ITR 1 ആണ് നമുക്ക് റിവൈസ് ചെയ്യാനുള്ളത്. അത് ITR 1 തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. പ്രൊസീഡ് വിത്ത് ITR 1. ലെറ്റ് us ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നാണ്. നമ്മളത് ക്ലിക്ക് ചെയ്യുന്നു. ടാക്സബിൾ ഇൻകം ഈസ് മോർ ദാൻ ബേസിക് എക്സംഷൻ ലിമിറ്റ്. അതുകൊണ്ട് നമ്മളത് സെലക്ട് ചെയ്തു. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ കൊടുത്തു. പഴയതുപോലെ തന്നെ വന്നിരിക്കുകയാണ്. നമ്മൾ ഓരോന്നായിട്ടെടുത്ത് കൺഫേം ചെയ്ത് കൊടുക്കുക. എഡിറ്റ് ചെയ്യാനുള്ള എഡിറ്റ് ചെയ്യുക, അതിനുശേഷം കൺഫേം ചെയ്യുക. ആദ്യം നമ്മൾ പേഴ്സണൽ ഇൻഫർമേഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഇതിലാണ് നമ്മൾ നമ്മുടെ പേര് അല്ലെങ്കിൽ അഡ്രസ്സ്, ഫോൺ നമ്പർ, ബാങ്ക് അക്കൗണ്ട് നമ്പർ, ഇതെന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ മാറ്റി കൊടുക്കാനുള്ള സ്ഥലമാണിത്. ഇവിടെ നോക്കുക, നമ്മുടെ പേര്, അഡ്രസ്സ്, ആധാർ നമ്പർ എല്ലാം വന്നിട്ടുണ്ട്. നേച്ചർ ഓഫ് എംപ്ലോയ്മെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്. ഇതിലൊന്നും നമുക്ക് തിരുത്തില്ല എന്നുണ്ടെങ്കിൽ താഴോട്ട് പോകാം. ഇതാണ് പ്രധാനം. ഇവിടെയാണ് ഫയലിംഗ് സെക്ഷൻ. നമ്മളിപ്പോൾ 139(1) ആണ് നമ്മൾ ചെയ്തത്. എന്താണ്? റിട്ടേൺ ഫയൽ ചെയ്തത്. ഇനിയിപ്പോൾ നമുക്കുള്ളത് 2-3 കാര്യങ്ങളാണ്. ഒന്ന് 139(4). ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിലേറ്റഡ് റിട്ടേൺ ആണ്. അതായത് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ താമസിച്ചു പോയി. ജൂലൈ 31 മുമ്പ് നമുക്ക് ചെയ്യണമായിരുന്നു.
എന്നാൽ നമുക്കതിന് കഴിഞ്ഞില്ല. അങ്ങനെയുള്ളവർക്ക് ബിലേറ്റഡ് റിട്ടേൺ കൊടുക്കാം. അതാണ് 139(4) എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കിവിടെ വേണ്ടത് കൊടുത്ത റിട്ടേൺ റിവൈസ് ചെയ്യുകയാണ്. അതുകൊണ്ട് അത് 139(5) ആണ്. ഇവിടെ നമ്മൾ റിവൈസ് റിട്ടേൺ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഇത് വന്നിരിക്കും. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ സെലക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഫയൽ അണ്ടർ സെക്ഷൻ 139(5) സെലക്ട് ചെയ്തു. ഇവിടെ നമ്മുടെ അക്നോളജ്മെന്റ് നമ്പർ ഉണ്ട്, നമ്മുടെ റെസീറ്റ് നമ്പർ അതിവിടെ ഉണ്ട്. മുൻപൊക്കെ ആണെങ്കിൽ ഇത് നമ്മൾ കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യണമായിരുന്നു. ഇപ്പോൾ എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നുണ്ട്. ഇവിടെ ഡേറ്റ് ഓഫ് ഫയലിംഗ് ഓഫ് ഒറിജിനൽ റിട്ടേൺ നമുക്കറിയാം ജൂൺ 30 നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം റിട്ടേൺ ഫയൽ ചെയ്തത്. ഇവിടെ ഇതെല്ലാം പഴയതുപോലെ തന്നെ. ബാങ്ക് ഡീറ്റെയിൽസ് വ്യത്യാസമുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്ത് അതിനെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയും. ഏതെങ്കിലും ഒരു പുതിയ ബാങ്ക് അക്കൗണ്ട് വേണമെങ്കിൽ ആഡ് അനദർ കൊടുക്കാൻ കഴിയും. ഈ സെക്ഷൻ കഴിഞ്ഞു. നമ്മൾ കൺഫേം കൊടുത്തു. അപ്പോൾ ഇവിടെ കൺഫേംഡ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ആവശ്യമുള്ള തിരുത്തുകൾ വല്ലതും ഉണ്ടെങ്കിൽ അത് തിരുത്തുന്നു. അതിനുശേഷം കൺഫേം ചെയ്യുന്നു. ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്തപ്പോൾ നമ്മുടെ ഇൻകം ഫ്രം സാലറി മുഴുവനായിട്ട് ഇവിടെ കാണാൻ കഴിയും. ഇതിൽ നമുക്ക് എഡിറ്റ് വല്ലതും ചെയ്യേണ്ടതുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ എമൗണ്ട് എല്ലാം കറക്റ്റ് തന്നെയാണ്. ഇവിടെയാണ് നമുക്കൊരു എഡിറ്റ് ഉള്ളത്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, അതായത് ഇദ്ദേഹത്തിൻ്റെ ഹൗസിംഗ് ലോൺ 1,20,000 മാത്രമേ ഇവിടെ കൊടുത്തിരുന്നുള്ളൂ. അത് നമുക്ക് എഡിറ്റ് ചെയ്യണം. അതിനാണ് നമ്മൾ ആഡ് ഓർ എഡിറ്റ് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിയാണ്. നമ്മൾ 1,20,000 കൊടുത്തിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്കറിയാം അത് അതിൽ കൂടുതലുണ്ട്. 1,50,263 രൂപയാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെന്റ് പ്രകാരം ഉള്ള ഇൻട്രസ്റ്റ്. അത് നമ്മൾ മാറ്റിക്കൊടുക്കുകയാണ്. 1,50,263 കൊടുത്തു. മറ്റൊരു ചേഞ്ച് നോടില്ല. അപ്പോൾ അത് മൈനസ് ഫിഗർ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ആഡ് ചെയ്യുന്നു. അപ്പോൾ ബാക്കി ഒന്നും നമുക്ക് ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ഇതിനെ കൺഫേം ചെയ്യുന്നു. അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകവും കൺഫേംഡ് ആയി. ഇനിയുള്ളത് ടോട്ടൽ ഡിഡക്ഷൻസ് ആണ്. ഇതിലൊന്നും വ്യത്യാസമില്ല. നമുക്ക് ചേഞ്ച് ചെയ്യാനില്ലാത്തത് കൊണ്ട് നമ്മളത് ഓപ്പൺ ചെയ്യുന്നു, കൺഫേം ചെയ്യുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു യെസ് ഓർ നോ കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. അതെല്ലാം നമ്മൾ ചെയ്യുകയാണ്. നമുക്കവിടെ ഒരു ATD ഉണ്ടായിരുന്നു. നേരത്തെ എങ്ങനെ ചെയ്തിരുന്നു അതുപോലെ തന്നെ ചെയ്യാം. അതിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ആ വീഡിയോ ഒന്നുകൂടെ കണ്ടു നോക്കുക. കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ ATC വന്നിട്ടുണ്ട്. ATD നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു 4,500 രൂപ നമുക്കുണ്ട് മെഡിസപ്പ്. അത് നമ്മൾ വീണ്ടും എൻ്റർ ചെയ്യുകയാണ്. നമ്മൾ നേരത്തെ എൻ്റർ ചെയ്തിട്ടുണ്ടതെല്ലാം. പക്ഷെ അത് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിത് റിവൈസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് വീണ്ടും നമ്മൾ പഴയതുപോലെ തന്നെ ഒന്നുകൂടി ചെയ്യേണ്ടി വരും. സേവ്. വീണ്ടും നമ്മൾ ഇവിടെ കൺഫേം ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഡിഡക്ഷൻസും കൺഫേംഡ് ആയി വന്നിട്ടുണ്ട്. ഈ രീതിയിൽ ബാക്കിയുള്ള ടാക്സ് പെയ്ഡ്, ടാക്സ് ലയബിലിറ്റി ഈ രണ്ടെണ്ണം കൂടി നമ്മൾ ഓപ്പൺ ചെയ്ത് കൺഫേം ചെയ്യുക. അതിനുശേഷം പഴയതുപോലെ നമ്മൾ ITR ഫയൽ ചെയ്തത് എങ്ങനെയാണോ അതുപോലെ സബ്മിറ്റ് ചെയ്യുക, വെരിഫൈ ചെയ്യുക. ഇത്രയുമാണ് ITR എങ്ങനെ റിവൈസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ടാകാറുണ്ട്. അതിലുള്ള ചില സംശയങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, ഞാൻ ജൂലൈ 31 മുമ്പ് എൻ്റെ റിട്ടേൺ ഫയൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എനിക്കിനി അത് ചെയ്യാൻ കഴിയുമോ എന്നാണ്. തീർച്ചയായും ചെയ്യാം. നമ്മൾ 139(1) പ്രകാരമാണ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തത്. എന്നാൽ നമ്മൾ താമസിച്ചു പോയി ചില അസൗകര്യങ്ങൾ കാരണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 139(4) പ്രകാരം ബിലേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാം. അതിന് ഡിസംബർ 31 വരെ സമയമുണ്ട്. അടുത്ത സംശയം, ഞാൻ ബിലേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്തു, പക്ഷെ അതിലും തെറ്റുവന്നു. അങ്ങനെയാണെങ്കിൽ അതിനെ എനിക്ക് റിവൈസ് ചെയ്യാൻ കഴിയുമോ? എത്ര തവണ വേണമെങ്കിലും നമുക്ക് റിവൈസ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. നമ്മൾ ഏറ്റവും അവസാനം ഫയൽ ചെയ്തതായിരിക്കും നമ്മുടെ ഫൈനൽ റിട്ടേൺ. മറ്റൊരു സംശയം വന്നത്, നമ്മുടെ റീഫണ്ട് തുക ഞാൻ കൈപ്പറ്റിപ്പോയി. എന്നാൽ ഞാൻ റിവൈസ് റിട്ടേൺ ഫയൽ ചെയ്തപ്പോൾ എനിക്ക് അത്രയും കൈപ്പറ്റാനില്ലായിരുന്നു. അങ്ങനെ കൈപ്പറ്റിയ തുക എനിക്ക് തിരിച്ചടയ്ക്കാൻ കഴിയുമോ? തീർച്ചയായും IT ഡിപ്പാർട്ട്മെൻറ്റിൽ അത് തിരിച്ചടയ്ക്കാം. അത് ബാങ്ക് വഴിയാണ് നമ്മൾ തിരിച്ചടയ്ക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ
റീഫണ്ട് തുക കൈപ്പറ്റിയാലും നമുക്ക് റിവൈസ് ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാൻ സാധിക്കുമെന്ന് അർത്ഥം. അപ്പോൾ ITR 1 ഫയൽ ചെയ്യുന്നതും അത് റിവൈസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള മിക്കവാറും എല്ലാ സംശയങ്ങളും തീർന്നിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക, മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക. താങ്ക്